ഹലോ, എല്ലാവർക്കും ബയോസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 ബയോളജിയിലെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അതിന്റെ ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏരിയകളാണ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ്, പോപ്പുലേഷൻ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, അതുപോലെ പോപ്പുലേഷൻ ഗ്രോത്ത്, ജോമെട്രിക് ഗ്രോത്തും ലോജിസ്റ്റിക് ഗ്രോത്തും. ഇതൊക്കെ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏരിയകളാണ്. അത് നിങ്ങൾ വർക്ക് ചെയ്ത് ഏകദേശം ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് ആ പോർഷൻസ് തറവായിട്ടുണ്ടാകും. എന്നാൽ അധികം ചോദിക്കാത്ത കുറെ ഏരിയകൾ ആ ചാപ്റ്ററിൽ ഇനിയും ബാക്കിയുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലൂടെ ആ പോർഷൻ കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് പോകാം. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ വേരിയസ് ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ? ചാപ്റ്ററിന്റെ തുടക്കത്തിലുള്ള ഒരു ഭാഗമാണിത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഉണ്ടായിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ അല്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. മാക്രോ മോളിക്യൂൾസ് ചേർന്ന് ആദ്യം സെല്ലുകൾ ഉണ്ടായി. ആ സെൽസിന്റെ ഗ്രൂപ്പ്, ആ സെല്ലുകൾ ചേർന്നാണ് ടിഷ്യൂസ് ഉണ്ടായത്. ടിഷ്യൂസ് ചേർന്നാണ് ഓർഗൻസ് ഉണ്ടായത്. അങ്ങനെയുള്ള ഓർഗൻസ് ചേർന്ന് ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസവും, അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ഓർഗാനിസിന്റെ ഗ്രൂപ്പിനെ പോപ്പുലേഷൻ എന്നും, ഡിഫറന്റ് പോപ്പുലേഷൻ ചേരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആവുകയും, അങ്ങനെയുള്ള ഡിഫറന്റ് കമ്മ്യൂണിറ്റീസ് ചേർന്ന് ഒരു എക്കോസിസ്റ്റവും, എക്കോസിസ്റ്റത്തിന്റെ മേജർ ആയിട്ടുള്ള ക്ലൈമാക്സ് പോർഷൻ ബയോംസ് എന്നും അറിയപ്പെടും. ഇതാണ് ഒരു ബയോളജിക്കൽ ഓർഗനൈസേഷൻ ലെവൽ. ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. വേണമെങ്കിൽ ബയോളജിക്കൽ ഓർഗനൈസേഷൻ ലെവൽ എഴുതാനോ, അല്ലെങ്കിൽ ഓർഡറിൽ എഴുതാനോ, അല്ലെങ്കിൽ കാണാതെ എഴുതാനോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, മാക്രോ മോളിക്യൂൾസ്, ദെൻ സെൽസ്, ദെൻ ടിഷ്യൂസ്, ഓർഗൻസ്, ഇൻഡിവിജ്വൽ ഓർഗാനിസംസ്, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റീസ്, എക്കോസിസ്റ്റം ആൻഡ് ബയോംസ്. വാട്ട് ഈസ് എക്കോളജി? നമ്മുടെ യൂണിറ്റിന്റെ പേരാണ് എക്കോളജി ആണ്, അല്ലേ? എക്കോളജി or environmental biology. That is the subject which studies the interactions among organisms and between the organism and its physical environment. ജീവികൾ പരസ്പരം തമ്മിലുള്ള ബന്ധവും ജീവികൾക്ക് എൻവയോൺമെന്റുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ബയോളജിയുടെ ഒരു ഭാഗമാണ് എക്കോളജി എന്ന് അറിയപ്പെടുന്നത്. എക്കോളജിയിലൂടെ ജീവികൾ പരസ്പരം തമ്മിലുള്ള ബന്ധവും ആ ജീവികൾക്ക് നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് എന്താണ് ബന്ധം, അതാണ് പഠിക്കുന്നത്. റൈറ്റ് ദ മെത്തേഡ്സ് ടു മെഷർ പോപ്പുലേഷൻ ഡെൻസിറ്റി. പോപ്പുലേഷൻ ഡെൻസിറ്റി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, അതുപോലെ ഏജ് പിരമിഡ്, സെക്സ് റേഷ്യോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടാണ് പോകുന്നത്. അതല്ലാതെ അതിനകത്ത് ചോദിക്കുന്ന ചില കാര്യങ്ങളാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെ മെഷർ ചെയ്യാം, ഏതൊക്കെ മെത്തേഡിലൂടെ മെഷർ ചെയ്യാം. കൗണ്ടിങ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇപ്പൊ നമുക്ക് ഒരു കാട്ടിലുള്ള ആനകളുടെ പോപ്പുലേഷൻ എടുക്കാൻ നമ്പർ എണ്ണി നോക്കിയാൽ മതി. ആനകളുടെ എത്ര ആനകളുണ്ടെന്ന് എണ്ണി നോക്കാം. മെഷർ പെർസെൻറ്റേജ് കവർ, അല്ലെങ്കിൽ ബയോമാസ്. ഒരു പോണ്ടിന്റെ അകത്ത് എത്രത്തോളം ഏരിയയിൽ ഏതെങ്കിലും ആൽഗയോ അല്ലെങ്കിൽ മറ്റു മൈക്രോസ്കോപ്പിക് ഓർഗാനിസമോ കവർ ചെയ്തിട്ടുണ്ടോ, ആ എത്ര പെർസെൻറ്റേജിൽ അത് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്തു, അങ്ങനെ മെഷർ ചെയ്യാം. പഗ് മാർക്ക്, അതായത് ഫുട് പ്രിന്റ്, കാൽപ്പാടുകൾ നോക്കി നമുക്ക് റയർ ആയിട്ടുള്ള അനിമൽസിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി കണക്കാക്കാം. കാരണം ഓരോ ജീവികളുടെ കാൽപ്പാടും വ്യത്യാസമായിരിക്കും. ഒരു സ്പീഷീസിന്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ കാൽപ്പാട് പോലെ ആയിരിക്കില്ലല്ലോ മറ്റു ജീവിയുടെ. വ്യത്യാസം വെച്ച് നമുക്ക് റയർ ആയിട്ടുള്ള അനിമൽസിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി കണക്കാക്കാം. ഫീക്കൽ പെല്ലറ്റ്സ്, ഇതേപോലെ ഓരോ സ്പീഷീസിലും പെല്ലറ്റ്സിന്റെ എണ്ണത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ കോട്ട് ബൈ ട്രാപ്പ്, ഫിഷസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒറ്റ ട്രാപ്പിലൂടെ എത്രത്തോളം ഫിഷസിനെ കിട്ടുന്നു, അങ്ങനെ ആ ഓരോ തവണ ട്രാപ്പിലൂടെ കിട്ടുന്ന ഫിഷസിന്റെ എണ്ണം വെച്ചിട്ട് നമുക്ക് അവിടെ എത്രത്തോളം പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടെന്ന് കണക്കാക്കാൻ പറ്റും. ഹൗ ടൈഗർ സെൻസസ് കാൽക്കുലേറ്റ് ഇൻ നാഷണൽ പാർക്ക്. അതായത് ഒരു നാഷണൽ പാർക്കിനകത്ത് കടുവകളുടെ എണ്ണം സെൻസസ് എങ്ങനെ എടുക്കാൻ പറ്റും? നേരത്തെ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. ടൈഗർ സെൻസസ് എടുക്കുന്നത് സാധാരണ പഗ് മാർക്കിന്റെയും പീക്കൽ പെല്ലറ്റ്സിന്റെയും ബേസിസിലായിരിക്കും. ദ ടൈഗർ സെൻസസ് ഇൻ അവർ നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവ്സ് ഇസ് ഓഫൻ ബേസ്ഡ് ഓൺ പഗ് മാർക്ക് ആൻഡ് പീക്കൽ പെല്ലറ്റ്സ്. പഗ് മാർക്കിന്റെയും പീക്കൽ പെല്ലറ്റ്സിന്റെയും, നേരത്തെ പറഞ്ഞു എന്താണ് പഗ് മാർക്ക് എന്ന്, അതിന്റെ അടിസ്ഥാനത്തിലാണ് കടുവകളുടെ സെൻസസ് സാധാരണ എടുക്കുന്നത്. ഹൗ ഫിഷ് പോപ്പുലേഷൻ ഡെൻസിറ്റി കാൽക്കുലേറ്റഡ് ഇൻ ലേക്ക്. ഒരു ലേക്കിലെ, ഒരു തടാകത്തിലെ എങ്ങനെയാണ് അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഫിഷസിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി കണക്കാക്കുന്നത്? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഫിഷ് കോട്ട് ബൈ ട്രാപ്പ്, അല്ലെങ്കിൽ ഒരു ട്രാപ്പിലൂടെ എത്രത്തോളം ഫിഷസിനെ പിടിക്കാൻ കഴിയുന്നു അതിനെ വെച്ചിട്ടാണ് അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി കണക്കാക്കുന്നത്. അടുത്തത് അധികം ചോദിക്കാത്തൊരു ഏരിയ ആണ്
Population evolved to maximize their reproductive fitness, also called dash, in the habitat in which they live. ഒരു ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന ജീവികളുടെ അല്ലെങ്കിൽ പോപ്പുലേഷൻസിന്റെ മാക്സിമം അവർക്ക് റീപ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫിറ്റ്നസിന് എന്ത് പേര് പറയാം? ആൻസർ ഡാർവിനിയൻ ഫിറ്റ്നസ് ഓർ ഡാർവിൻ ഫിറ്റ്നസ് എന്ന് പറയാം. അതായത് റിലേറ്റീവ് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എന്ന് പറയാറുണ്ട്. അതായത് അവർക്ക് കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ അതിജീവിക്കാൻ കഴിയുന്ന ഫിറ്റ്നസിനെ മാക്സിമം പറയുന്ന പേരാണ് ഡാർവീനിയൻ ഫിറ്റ്നസ്. ഇത് അധികം ചോദിച്ചിട്ടില്ല. ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ എന്ന ഭാഗത്താണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ. ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ, അവിടെയാണ് ഡാർവീനിയൻ ഫിറ്റ്നസിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ. സം ഓർഗാനിസം ബ്രീഡ് ഓൺലി വൺസ് ദെയർ ലൈഫ് ടൈം. ചില ജീവികൾ ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രം ബ്രീഡ് ചെയ്യുന്നവരായിരിക്കും. അത് കഴിഞ്ഞാൽ മാക്സിമം കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്ത് മരിച്ചു പോകും. എക്സാമ്പിൾ ആണ് പെസഫിക് സാൽമൺ ഫിഷസും ബാംബു. പെസഫിക് സാൽമൺ ഫിഷ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ലൈഫ് സൈക്കിൾ തീരും, ഒറ്റ തവണ മാത്രമേ ബ്രീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുള്ളൂ. ബാംബു സ്പീഷീസ് എന്ന് പറയുമ്പോൾ മുളകൾ 50 വർഷം കഴിഞ്ഞ് ഏകദേശം ഒരു 100 വർഷത്തിനിടയ്ക്കായിരിക്കും അവരുടെ പൂക്കാലം വരുന്നത്. മുളകൾ പൂത്തു കഴിഞ്ഞാൽ മാക്സിമം സീഡ്സ് ഉണ്ടായി ആ മുളകൾ പിന്നെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രം ബ്രീഡ് ചെയ്യുന്ന ഓർഗാനിസം ഏത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പെസഫിക് സാൽമൺ ഫിഷസും ബാംബു. while others breed many times during their lifetime. അതായത് എന്നാൽ മറ്റു ജീവജാലങ്ങളല്ല ലൈഫ് ടൈമിൽ ഒരുപാട് തവണ ബ്രീഡ് ചെയ്യുന്നവരായിരിക്കും. ഫോർ എക്സാമ്പിൾ മോസ്റ്റ് ബേർഡ്സ് ആൻഡ് മാമൽസ്. സാധാരണ എല്ലാ മാമൽസ്, ഇപ്പൊ മനുഷ്യന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് അവരുടെ ലൈഫ് സൈക്കിളിലെ അവരുടെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി തീരുന്നതിനിടയ്ക്ക് എത്ര തവണ വേണമെങ്കിൽ അവർക്ക് റീപ്രൊഡക്ഷൻ നടത്താനും കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതാണ് മോസ്റ്റ് ബേർഡ്സും മാമൽസിന്റെ പ്രത്യേകത. എന്നാൽ ചില ജീവികളിൽ ലൈഫ് ടൈമിൽ ഒരു തവണ ബ്രീഡ് ചെയ്യുമ്പോൾ ചില ജീവികൾ ലൈഫ് ടൈമിൽ ഒരുപാട് തവണ ബ്രീഡ് ചെയ്യുന്നവരായിരിക്കും. സം ഓർഗാനിസം പ്രൊഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് സ്മാൾ സൈസ് ഓഫ്സ്പ്രിങ്സ്. എന്നാൽ ചില ജീവികൾ ചെറിയ സൈസിലുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യും. എക്സാമ്പിൾ ഓയിസ്റ്റേഴ്സ്, പെലാജിക് ഫിഷസ്. മോസ്റ്റ് ഫിഷസും ഓയിസ്റ്റേഴ്സിന്റെ ഒക്കെ പ്രത്യേകത അവർ ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ സൈസ് എങ്ങനെയായിരിക്കും? ചെറുതായിരിക്കും, നമ്പർ കൂടുതലായിരിക്കും. while others produce small number of large sized offspring. എക്സാമ്പിൾ ബേർഡ്സ്, മാമൽസ്. ഇപ്പോൾ ഒരു കാക്ക മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറച്ചായിരിക്കും, അതിന്റെ സൈസ് വളരെ വലുതുമായിരിക്കും. അപ്പൊ ഈ എണ്ണം കുറവും സൈസ് വലുതുമായിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ആന എടുക്കുകയാണെങ്കിൽ ആന പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന്റെ എണ്ണം കുറവാണ്, എന്നാൽ സൈസ് വലുതായിരിക്കും. അപ്പൊ ചില ജീവികൾ നമ്പർ കൂടുതലായിരിക്കും, പക്ഷെ സൈസ് ചെറുതായിട്ടുള്ള ഓഫ്സ്പ്രിങ്സിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ചില ജീവികൾ സൈസ് വലുതായിരിക്കും, നമ്പർ 1 or 2 അല്ലെങ്കിൽ വളരെ കുറച്ച് നമ്പറിലെ എലമെന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻസ് അറൈസ് ഫ്രം ദ ഇന്ററാക്ഷൻസ് ഓഫ് പോപ്പുലേഷൻസ് ഓഫ് 2 അതായത് ഒരു പോപ്പുലേഷനകത്തുള്ള ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻസ് ഉണ്ടാകുന്ന ആരൊക്കെ തമ്മിലാണ്? ഇന്റർ മീൻസ് ഇൻ ബിറ്റ്വീൻ എന്നാണ്, സ്പെസിഫിക് മീൻസ് സ്പീഷീസ്. ഡിഫറന്റ് സ്പീഷീസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻ. ഫോർ എക്സാമ്പിൾ ഒരു ചെന്നായിയും ഒരു ഫോക്സും, കുറുക്കനും, രണ്ടും 2 സ്പീഷീസ് ആണ്. ഇപ്പൊ ഡിഫറന്റ് സ്പീഷീസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ, അത് കോമ്പറ്റീഷനോ എന്തോ ആയിക്കോട്ടെ, അതിന് ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻ എന്നും, സെയിം സ്പീഷീസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണെങ്കിൽ ഇൻട്രാ സ്പെസിഫിക് ഇന്ററാക്ഷൻ എന്നും പറയും. ഇപ്പോൾ 2 കുറുക്കന്മാർ തമ്മിലോ 2 ഫോക്സ് തമ്മിലോ അല്ലെങ്കിൽ 2 ടൈഗേഴ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണെങ്കിൽ ഇൻട്രാ സ്പെസിഫിക് എന്ന് പറയും. എന്നാൽ ഒരു കുറുക്കനും ചെന്നായും തമ്മിലാണെങ്കിൽ അതിനെ ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻ എന്നും പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പിസാസ്റ്റർ സ്റ്റാർഫിഷ് ഫീൽഡ് എക്സ്പെരിമെന്റ്. എന്താണ് പിസാസ്റ്റർ സ്റ്റാർഫിഷ് ഫീൽഡ് എക്സ്പെരിമെന്റ്? ഇത് പ്രെഡേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ആണ്. വേറൊന്നുമല്ല, അമേരിക്കൻ പസഫിക് കോസ്റ്റിന്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിഡേറ്റർ ആണ് സ്റ്റാർഫിഷ് ആയ പിസാസ്റ്റർ. ഈ പിസാസ്റ്റർ സ്റ്റാർഫിഷ് അവിടുത്തെ പ്രേയുടെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് ഈ എക്സ്പെരിമെന്റ് തെളിയിക്കപ്പെട്ടത്. ഫീൽഡ് എക്സ്പെരിമെന്റ് ഭാഗമായിട്ട് അവിടുത്തെ സ്റ്റാർഫിഷുകളെ കംപ്ലീറ്റ് റിമൂവ് ചെയ്തു, ആ ഏരിയയിൽ നിന്നങ്ങ് റിമൂവ് ചെയ്തു. ഉണ്ടായിരുന്ന സ്റ്റാർഫിഷ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ 10ഓളം ഇൻവെർട്ടിബ്രേറ്റ് സ്പീഷീസ് നശിക്കാൻ തുടങ്ങി. അതായത് ഈ സ്റ്റാർഫിഷ് ആഹാരമാക്കി കൊണ്ടിരുന്ന കുറച്ച് ഇൻവെർട്ടിബ്രേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. സ്റ്റാർഫിഷ് തിന്നുകൊണ്ടിരുന്ന അവരുടെ ഫുഡായിരുന്ന ചില ഇൻവെർട്ടിബ്രേറ്റ്സ് ഓർഗാൻസ് അവിടെ ഉണ്ടായിരുന്നു. ഉള്ള സ്റ്റാർഫിഷിനെ കംപ്ലീറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്തപ്പോൾ എന്ത് പറ്റി? 1 വർഷം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 10ഓളം ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി, നശിച്ചു പോയി, വംശനാശം സംഭവിച്ചു. എങ്ങനെ? ബിക്കോസ് ഓഫ് ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. അവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായി. എങ്ങനെ അവർക്കിടയിൽ കോമ്പറ്റീഷൻ ഉണ്ടായി?
സ്റ്റാർ ഫിഷുകൾ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഈ ഇൻവെർട്ടിബ്രേറ്റ്സിനെ ആഹാരമാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ആഹാരമാക്കുന്നതുകൊണ്ട് ഒരു ഗുണം എന്തായിരുന്നു? ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ എണ്ണം കൂടാതെ ഒരു നോക്കി കൺട്രോൾ ചെയ്തു. അതായത് ഈ ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ എണ്ണം ഒരു പരിധിക്കപ്പുറം കൂടാതെ അതിനെ കൺട്രോൾ ചെയ്തത് സ്റ്റാർ ഫിഷ് ആയിരുന്നു. അതിനെ പിടിച്ച് തിന്നുന്നത് വഴി ഈ ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ എണ്ണം കൂടുന്നില്ലായിരുന്നു. ഉള്ള സ്റ്റാർ ഫിഷുകൾ കംപ്ലീറ്റ് അവിടെ നിന്ന് റിമൂവ് ആയപ്പോൾ ഇൻവെർട്ടിബ്രേറ്റ്സിന് എന്തില്ല? അവർക്ക് അവിടെ പ്രിഡേറ്റർ ഇല്ല, അവർക്കൊരു എനിമി അവിടെ ഇല്ല. അപ്പോൾ അവരുടെ എണ്ണം അവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലമായിട്ട് ക്രമാതീതമായിട്ട് ഉയരാൻ തുടങ്ങിയപ്പോൾ ഫുഡിന് വേണ്ടി അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ആയി. അവസാനം ഫുഡ് സ്കേസിറ്റി വന്ന് കോമ്പറ്റീഷൻ കൂടി അവരെല്ലാം നശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു പ്രിഡേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രേയുടെ കൺട്രോൾ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതിന് തെളിവാണ് ഏത് ഡിസാസ്റ്റർ സ്റ്റാർഫിഷ് ഫീൽഡ് എക്സ്പെരിമെന്റ്. ഇത് പ്രിഡേഷൻ എന്ന ടോപ്പിക്കിൽ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Some species of insects and frogs are critically colored to avoid being detected easily by the predator called. ചില സ്പീഷീസ് ആയ ഇൻസെക്ടിനും ഫ്രോഗ്സിനും തങ്ങളുടെ പ്രിഡേറ്ററിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർ തിരിച്ചറിയിക്കാൻ വേണ്ടി കളർ ചേഞ്ചിലൂടെ കാണിക്കാറുണ്ട്. കളർ ചേഞ്ച് മെക്കാനിസം വഴി പ്രിഡേറ്ററിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതെ അവരിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ഒരു മെക്കാനിസം ഉണ്ട്. അതിന് എന്ത് പേര് പറയും? കാമോഫ്ലാഗ്ഡ് എന്നാണ് പറയുന്നത്. പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Organisms which are feeding on plant sap and other parts of plants are called dash. പ്ലാന്റ്സിന്റെ ജ്യൂസോ മറ്റു പാർട്സോ കഴിക്കുന്ന ജീവജാലങ്ങളെ ഓർഗാൻസിനെ എന്ത് പേരിൽ അറിയപ്പെടും? ഫൈറ്റോഫാഗസ്. അതായത് മോസ്റ്റ് 25% ഇൻസെക്റ്റുകളും കോമൺ ആയിട്ട് കാണപ്പെടുന്ന 25% ഇൻസെക്റ്റുകൾ എല്ലാം തന്നെ ഫൈറ്റോഫാഗസ് ആണ്. പ്ലാന്റ്സിന്റെ ജ്യൂസോ മറ്റു പാർട്സോ കഴിക്കുന്നവരായിരിക്കും. ഇൻസെക്ട് മാത്രം ആകണമെന്നില്ല, മറ്റു ജീവജാലങ്ങൾ ഏത് ജീവിയാണോ പ്ലാന്റ് ജ്യൂസ് കഴിക്കുന്നവരൊക്കെ ഫൈറ്റോഫാഗസ് എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. ദ മോസ്റ്റ് കോമൺ ഡിഫൻസ് മെക്കാനിസം ഇൻ പ്ലാന്റ്സ് ആർ ഡാഷ്. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ചെടികളിൽ കാണപ്പെടുന്ന മോസ്റ്റ് കോമൺ ഡിഫൻസ് മെക്കാനിസം എന്താണ്? ചെടികളുടെ പ്രതിരോധ മാർഗം എന്ന് വെച്ചാൽ മുള്ളുകൾ, തോൺസ്. നെയിം ദ പ്ലാന്റ്സ് വിച്ച് പ്രൊഡ്യൂസ് ഹൈലി പോയിസണസ് കാർഡിയക് ഗ്ലൈക്കോൾസ് അഗൈൻസ്റ്റ് ദ കാറ്റിൽ ഓർ ഗോഡ്സ് ടു പ്രിവെന്റ് ദ ബ്രൗസിംഗ് ഓൺ ദാറ്റ് പ്ലാന്റ്സ്. അതായത് ചെടികളിലെ അതായത് കാറ്റിൽസിനെ, പശുക്കളെയും കന്നുകാലികളെയും ഗോഡ്സിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ആ ചെടികൾ തന്നെ ചില പോയിസണസ് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പോയിസണസ് കാർഡിയക് ഗ്ലൈക്കോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴി ആ പ്ലാന്റ്സിനെ തിന്നാൻ ഒരു കന്നുകാലികളും വരാറില്ല. വിഷമുള്ള ചെടികളിൽ ഏതെങ്കിലും കന്നുകാലികൾ വരുമോ? അങ്ങനെ കാർഡിയക് ഗ്ലൈക്കോൾസ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ കന്നുകാലികളെ അകറ്റുന്ന ചെടിയുടെ പേരേത്? കലോട്രോപ്പിസ്. കലോട്രോപ്പിസിന്റെ എരിക്ക് ചെടിക്ക് പ്രത്യേകത ഉള്ളത് ഇതിനകത്തൊരു പോയിസണസ് കാർഡിയക് ഗ്ലൈക്കോൾസ് ഉള്ളത് കൊണ്ട് തന്നെ ആ പശു പോലുള്ള അല്ലെങ്കിൽ ആടുകൾ പോലുള്ള ജീവജാലങ്ങളൊന്നും തന്നെ ആ ചെടിയെ അറ്റാക്ക് ചെയ്യാൻ വരത്തില്ല. അതൊരു ഡിഫൻസ് മെക്കാനിസമാണ്. The feeding efficiency of one species might be reduced due to the interfering and inhibitory presence of other species, even if the resources are abundant is called. അതായത് ഫുഡും മറ്റു റിസോഴ്സസുകളെല്ലാം വളരെ ധാരാളം ഉണ്ടായിട്ടും ചില ജീവികളുടെ ഇന്റർഫിയറിംഗ് പ്രോസസ് കാരണം അല്ലെങ്കിൽ പ്രസൻസ് കാരണം മറ്റ് ജീവജാലങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതായത് ഒരു ഏരിയയിൽ ഫുഡും സ്പേസും എല്ലാം കൂടുതലാണ്, എന്നാൽ അവിടെയുള്ള ചില ജീവികളുടെ ആ ഫുഡ് ഹാബിറ്റിംഗ് കാരണം അല്ലെങ്കിൽ അവരുടെ സ്വഭാവം കാരണം മറ്റ് ജീവികൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. ആ കോമ്പറ്റീഷന് എന്ത് പേര് പറയാം? ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ എന്ന് പറയാം. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗാലപ്പോസ് ഐലൻഡിലെ ആടുകൾ വന്നതോടുകൂടി അവിടെ ഉള്ള ആമകളുടെ അബണ്ടന്റ് ഓട്ടേഴ്സിന്റെ എണ്ണം കുറയാൻ തുടങ്ങി. എന്തുകൊണ്ടാ? ആ ആടുകളുടെ ഗ്രേറ്റർ ബ്രൗസിംഗ് കപ്പാസിറ്റി കാരണമാണ് ആമകൾ ആ ഏരിയയിൽ നിന്ന് വിഡ്ര ആകാൻ തുടങ്ങിയത്. അതിനെ നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആടുകളുടെ ഒരു ഗ്രേറ്റർ ഫീഡിംഗ് എഫിഷ്യൻസി കാരണമാണ് ആമകൾ ആ ഏരിയയിൽ നിന്ന് തന്നെ വിട്ടുപോകാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു ജീവിയുടെ കൂടുതലായിട്ടുള്ള ഫീഡിംഗ് കപ്പാസിറ്റി കാരണം അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളുടെ ഫീഡിങ്ങിനെയും മറ്റും തടയുന്നത് കാരണം ഉണ്ടാകുന്ന കോമ്പറ്റീഷനാണ് ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ. ഇതുവരെയും ചോദിച്ചിട്ടില്ല, ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. സ്റ്റേറ്റ് ഗോസ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ തന്നെ പറയാം. നേരത്തെ പറഞ്ഞു ആടുകൾ വന്നതോടുകൂടി ആമകൾ ആ ഏരിയയിൽ നിന്ന് എക്സ്ക്ലൂഡ് ആയി തുടങ്ങി അല്ലേ? അതായത് ആമകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ആടുകളുടെ പ്രസൻസ് കാരണം, തങ്ങളെക്കാൾ സുപ്പീരിയർ കഴിവുള്ള ആ ജീവിയുടെ പ്രസൻസ് കാരണം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ അവർ മറ്റൊരു ഏരിയയിലോട്ട് മാറുന്നു അല്ലേ? അതാണ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് ഗോസ് എന്ന സയന്റിസ്റ്റ് ആണ്. ഗോസ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് two closely related species competing for same resources are
same resources cannot coexist indefinitely and the competitively inferior one will be eliminated eventually. അതായത് ഒരേ റിസോഴ്സിന് വേണ്ടി കോമ്പറ്റീഷൻ ചെയ്യുന്ന സ്പീഷീസ് ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരുമിച്ച് ജീവിക്കില്ല. അവരിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഓർഗാൻസും ഇൻഫീരിയർ ആയിട്ടുള്ള ആ ഓർഗാൻസിനെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യും. കഴിവ് കൂടിയ ഓർഗാൻസും കഴിവ് കുറഞ്ഞ ആ ഏരിയന്ന് ഓട്ടിച്ചു വിടും അല്ലേ? അതാണ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എ മെക്കാനിസം ദാറ്റ് പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ് റാദർ ദാൻ എക്സ്ക്ലൂഷൻ ഈസ് കോൾഡ് ഡാഷ്. എന്നാൽ ചില സ്ഥലങ്ങളിലെ ജീവികൾ ഒരുമിച്ച് തന്നെ ജീവിക്കും. അവിടെ കോ എക്സിസ്റ്റൻസ് ആണ് നടക്കുന്നത്, റാദർ ദാൻ എക്സ്ക്ലൂഷൻ. എക്സ്ക്ലൂഷൻ ഇല്ല, അതായത് മറ്റു ജീവികളെ തുരത്തി ഓട്ടിക്കുന്നില്ല, അവരെല്ലാവരും ഒരുമിച്ച് തന്നെ ജീവിക്കും. അതെങ്ങനെയാണ്? ആ മെക്കാനിസം എന്ത് പേര് പറയാം? റിസോഴ്സ് പാർട്ടീഷനിങ്, അതായത് ഷെയർ ചെയ്യുക. ഒന്നുകിൽ ആ ജീവജാലങ്ങൾ ആഹാരം തേടുന്നത് ഒരേ സമയത്തായിരിക്കില്ല. പല സമയത്ത് ഒരാൾ രാവിലെ ആയിരിക്കാം, ഒരാൾ ഉച്ചയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ സന്ധ്യാസമയത്തായിരിക്കാം ഇര തേടാൻ ഫീഡിങ്ങിന് വേണ്ടി പോകുന്നത്. ഫൊറാഗിങ് പാറ്റേൺ, ഇര തേടുന്ന സമയത്തിലുള്ള വ്യത്യാസം കാരണം കുറെ കോമ്പറ്റീഷൻ കുറയ്ക്കാനും ആ ജീവികൾക്ക് ഒരുമിച്ച് അവിടെ ജീവിക്കാനും പറ്റും. അതാണ് റിസോഴ്സ് പാർട്ടീഷനിങ്. വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് പാരസൈറ്റിസം? 3 തരം പാരസൈറ്റിസം ഏതാണ്? എക്ടോ പാരസൈറ്റിസം, എൻഡോ പാരസൈറ്റിസം, ബ്രൂഡ് പാരസൈറ്റിസം. എക്ടോ പാരസൈറ്റിസം എന്താണ്? എക്ടോ പാരസൈറ്റ് എന്താണ്? ഒരു ഓർഗാനിസത്തിന്റെ ബോഡിക്ക് പുറത്ത് സർഫസിൽ കാണപ്പെടുന്ന പാരസൈറ്റുകളെ എക്ടോ പാരസൈറ്റ്സ് എന്ന് പറയും. എക്സാമ്പിള് ടിക്സ് ഓൺ ഡോഗ്, പട്ടിയുടെ പുറത്തുള്ള ചെള്ളുകളും അതൊക്കെ എക്ടോ പാരസൈറ്റിന് എക്സാമ്പിൾ ആണ്. മറൈൻ ഫിഷസിലുള്ള കോപ്പൂട്സ്, പിന്നെ പ്ലാന്റ്സിൽ വളരുന്ന ലൊറാന്തസ് തുടങ്ങിയ പ്ലാന്റുകളൊക്കെ എക്ടോ പാരസൈറ്റിന് എക്സാമ്പിൾ ആണ്. എൻഡോ പാരസൈറ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? ഓർഗാൻസിന്റെ ഉള്ളിൽ, അവരുടെ ബോഡിക്ക് ഉള്ളിൽ താമസിക്കുന്ന പാരസൈറ്റിസ് അല്ലെങ്കിൽ പാരസൈറ്റ് താമസിക്കുന്നതിനെയാണ് എൻഡോ പാരസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പ്ലാസ്മോഡിയം, ടേപ്പ് വേമും അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക്, നമ്മുടെ ശരീരത്തിൽ താമസിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും പാരസൈറ്റുകളെയും എൻഡോ പാരസൈറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയുന്നത് ബേഡ്സിന്റെ ഇടയിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ ടൈപ്പ് പാരസൈറ്റിസം ആണ്. ചില പാരസൈറ്റ് ബേഡ് ഹോസ്റ്റ് ബേഡിന്റെ കൂട്ടിൽ പോയി മുട്ടയിടുകയും ഹോസ്റ്റ് ബേഡ് ഇതറിയാതെ ആ മുട്ട ഇൻക്യുബേറ്റ് ചെയ്ത് മുട്ട വിരിയുന്നവരെ കാത്തിരിക്കുകയും കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ആഹാരം വേറെ തേടി കൊടുക്കുകയും ചെയ്യും അല്ലേ? അവസാനം വളർന്ന് വലുതാകുമ്പോഴായിരിക്കും ആ കുഞ്ഞുങ്ങൾ ആ കൂട് വിട്ട് പോകുന്നത്. അത്തരം പാരസൈറ്റ്സും കാണിക്കുന്ന 2 ബേഡ്സ് ആണ് ക്രോയും കുക്കും. കാക്കക്കൂട്ടിൽ കുയിലമ്മ മുട്ടയിട്ടു, പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ് കുക്കു ലേസ് എഗ്സ് ഇൻ ദ നെസ്റ്റ് ഓഫ് ക്രോ. കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിടുന്നത് ബ്രൂഡ് പാരസൈറ്റിന് എക്സാമ്പിൾ ആണ്. Name the Mediterranean orchid employs sexual deceit to get pollination done by a species of bee. അതായത് മെഡിറ്ററേനിയൻ ഓർക്കിഡില് പ്രത്യേകതരം ഒരു മെക്കാനിസത്തിലൂടെ പോളിനേഷൻ നടക്കാറുണ്ട്. ആ മെക്കാനിസത്തിനെ സെക്ഷുവൽ ഡെസീറ്റ് എന്നാ പറയുന്നത്. അങ്ങനെ കാണിക്കുന്ന ഓർക്കിഡിന്റെ പേരാണ് ഒഫ്രൈസ്. പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഒഫ്രൈസിന്റെ പെറ്റല് കണ്ടാൽ ഒരു ഫീമെയിൽ ബീസിനെ പോലെ തോന്നും. ഇത് കണ്ടിട്ടായിരിക്കും മെയിൽ ബി അട്രാക്ട് ആയിട്ട് വരികയും ആ ചെടിയിൽ പോളിനേഷൻ നടക്കുകയും ചെയ്യുന്നത്. ആ ഒരു പ്രോസസിനെ സെക്ഷുവൽ ഡെസീറ്റ് എന്ന് പറയുന്നത് ഒരു കോ എവല്യൂഷൻ കൂടിയാണ്. കാരണം ഈ 2 ജീവികൾക്കും മുന്നോട്ടുള്ള ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ ഈ ഒരു മെക്കാനിസം ഇല്ലാതെ പറ്റില്ല. ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ചാപ്റ്ററിലെ എപ്പോഴും ചോദിക്കുന്ന ഏരിയകൾ അല്ലാത്ത കുറച്ച് ഏരിയകളും അതിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങൾ എല്ലാവരും നന്നായിട്ട് വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഒരിക്കലും പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം ആരും പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകരുത്. എല്ലാവരും ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് വേണം പബ്ലിക് എക്സാം എഴുതാൻ പോകാനുള്ളത്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.